ആ അതെ അതെ. ആ ഓക്കെ ഓക്കെ, ഐ വിൽ കോൾ യു അഗെയിൻ. ഓക്കെ. ചേട്ടാ, ഡൽഹിയിൽ നിന്ന് വൈസ് ചെയർമാൻ്റെ വിസിറ്റ് റിസീവ് ചെയ്യാൻ എയർപോർട്ടിൽ നാളെ ഞാനുണ്ടാവുമോ എന്നാ പി എയുടെ ടെൻഷൻ. അമ്മ മരിച്ച് സഞ്ചാരം കഴിഞ്ഞതേ ഉള്ളൂ. മനസ്സുണ്ടായിട്ടല്ല, എന്നാലും നാളെയെങ്കിലും പോകാതെ പറ്റില്ല. മാർച്ച് 31 എത്തി. ചേട്ടനറിയാലോ ബാങ്കിലെ കാര്യങ്ങളൊക്കെ. ഞാനും മുള്ളിന്മേൽ എന്ന പോലെ ഇവിടെ നിൽക്കുന്നത്. പക്ഷേ അച്ഛനെ ഇവിടെ ഒറ്റയ്ക്കിട്ടിട്ട്. അതെ, അങ്ങോട്ട് ചെല്ലാൻ രണ്ടുപേരെയും അച്ഛൻ വിളിക്കുന്നു. അല്ല, ആർക്കും ഓഫീസിലും ബാങ്കിലും ഒന്നും പോകണമെന്നില്ലേ? മനസ്സിലായില്ലേ? വെളുപ്പിനെ പുറപ്പെട്ടോളൂ. നാളെ മുതൽ എല്ലാവരും ജോലിക്ക് പോയി തുടങ്ങണം. കേട്ടല്ലോ? ഡോക്ടറോടും കൂടിയാ. അപ്പോൾ അച്ഛൻ? ഞാനോ? ഓ, എൻ്റെ കാര്യം ആലോചിച്ച് വിഷമിക്കണ്ട. ഉള്ളതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് വല്ലയിടത്തും പോകുന്ന കാര്യം നടപ്പുള്ളതാണ്. അതൊന്നും ആദ്യം ആലോചിക്കാനില്ല അച്ഛാ. പ്രകാശേട്ടനും പത്നിക്കും ദീപും മോനെങ്കിലും ഉണ്ട്. എൻ്റെ വീട്ടിലാരാ ഒരു ഒച്ച അനക്കത്തിനുള്ളത്? അച്ഛനെ ഞങ്ങളെ കൂടെ നിർത്തണമെന്നാ എൻ്റെയും ചേട്ടൻ്റെ ആഗ്രഹം. അമ്മണി ചേച്ചിയുടെ ഫ്ലാറ്റിനേക്കാളും അച്ഛന് സൗകര്യം ഞങ്ങളുടെ വീടായിരിക്കും. മാത്രമല്ല, അച്ഛന് വല്ല അരുതായികയും തോന്നുമ്പോൾ മരുന്ന് വേണമെങ്കിൽ കൊടുക്കാൻ ഞാനുണ്ടല്ലോ. അല്ലേ പ്രകാശേട്ടാ? അതെ. മക്കൾ എൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട. സപ്തതിക്ക് ഇനി 4-5 മാസം കൂടെ കാണും. ഓർമ്മ വെച്ച കാലം മുതൽ മണ്ണി പണിയെടുക്കുന്നതാണ്. ഇതുവരെ ഒരു ജലദോഷത്തിന് പോലും മരുന്ന് കഴിക്കേണ്ടി വന്നിട്ടില്ല. ആരൊക്കെ ഞാനിങ്ങനെയൊക്കെ അങ്ങ് തട്ടിയും മുട്ടിയൊക്കെ പൊക്കോളും. എന്നാലും പ്രായം കൂടി വരികയല്ലേ അച്ഛാ? എന്നാ ആര് പറഞ്ഞു? മനോബലം ഇല്ലാത്തവർക്കാ പ്രായം കൂടുന്നത്. തൊലി ചുളിയുന്നതുകൊണ്ട് ശരീരത്തിന് പ്രായം കൂടിയെന്ന് പറയാം. അതുകൊണ്ട് അവരുടെ മനസ്സിന് പ്രായം കൂടിയെന്ന് പറയാൻ ഒക്കുമോ മക്കളെ? പഠിപ്പുള്ളവരാ നിങ്ങൾ. ഞാൻ പറയുന്നത് അതിൻ്റെ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയണം. അച്ഛൻ ഇവിടെ ഒറ്റയ്ക്കാണല്ലോ എന്ന് ഓർത്ത് നിങ്ങളുടെ ഭാവി കളയണ്ട. പറ്റുള്ളൂ. സുഭദ്രാമ്മ കൂടെ ഇല്ലെന്ന് ഒഴിച്ചാൽ ഞാനിവിടെ ഒറ്റയ്ക്കല്ല. പശുക്കളും പണിക്കാരും ഒക്കെ ആയിട്ട് ഇവിടെ എപ്പോഴും സജീവമായിരിക്കും. എന്നാൽ ഞങ്ങൾ പോയിട്ട് വാ മക്കളെ. അച്ഛനോട് മാത്രമായി യാത്ര ചോദിച്ചു പോണത് ഇതാദ്യമായിട്ടാ. ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ വേണ്ടി വരുമെന്ന് ആലോചിച്ചത് പോലും ഇല്ല. നേരാ. ഞങ്ങൾ വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ അച്ഛനധികവും പാടത്തോ പറമ്പിലോ ഒക്കെ ആയിരിക്കും. പക്ഷെ അമ്മ സ്വീകരിക്കാനും യാത്രയാക്കാനും ഒക്കെ എന്നും അമ്മയുണ്ടായിരുന്നല്ലോ. കാറ് ഗേറ്റ് കിടന്ന് മറിയോളം അമ്മ നോക്കി അങ്ങനെ നിൽക്കണത് ദാ കണ്ണിൽ കാണുന്നുണ്ട് പ്രകാശേട്ടാ. സാരമില്ല. ജീവനുള്ള എല്ലാത്തിനും മരണമുണ്ട്. എന്നും എല്ലാത്തിനും എല്ലാവരും ഉണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിന് എന്താണ് മക്കളെ ഒരു പുതുമ? അമ്മ പോയി, അതൊരു സത്യം. എല്ലാവരും പോണം. ജീവിതം എന്ന അഴുക്ക് വസ്ത്രം അഴിച്ചു കളഞ്ഞിട്ട്
ഒരിക്കലും എല്ലാവരും പോയേ തീരൂ. അത്രയൊക്കെ ഉള്ളൂ. ഇത്തിരി നേരത്തെ ചെന്നിരുന്നെങ്കിൽ എനിക്കെന്തെങ്കിലും കോടതി ചെല്ലാമായിരുന്നു. ആ, അതാ കാര്യം. സംസാരിച്ച് സമയം കളയാതെ വേഗം ചെന്ന് ഓരോരുത്തർ ജോലി ചെയ്യാൻ നോക്ക്. ആ ആ പോട്ടെ അപ്പൂപ്പ, പോയിട്ട് വരട്ടെ അപ്പൂപ്പാന്ന് പറ മക്കളെ. പോയിട്ട് വരട്ടെ അപ്പൂപ്പ. ആ, അങ്ങനെ പറ. അവര് പോയി. ഒരു കണക്കിന് ചില്ലറ ഫിലോസഫിയൊക്കെ പറഞ്ഞ് ഞാൻ അവരെ അങ്ങ് തള്ളി വിട്ടതാ. പോകാൻ മനസ്സ് കാണില്ല. ആ, അതേ, നിന്നെ കരുതി മക്കൾക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. ഞാൻ കൂടെ ചെല്ലണമെന്ന്. നമ്മുടെ മക്കളായതുകൊണ്ട് പറയല്ല, സ്നേഹമുള്ളവരാ. പ്രകാശൻ്റെ ഭാര്യ പത്മിനിക്കൊരു ഡോക്ടറാണെന്നുള്ള നാട്യമുണ്ടോ? ഓ, അങ്ങനൊന്നും കാണില്ല. എന്നെ നിന്നെ മരുമോള് കാണുമ്പോഴല്ല, മകളെ കാണുമ്പോഴല്ലേ കാണുന്നേ. പിന്നെ നമ്മുടെ അമ്മിണി മോള്, കുട്ടികളില്ലാത്ത അവക്ക എന്നെ കിട്ടാൻ നിർബന്ധം. ഞാനെന്താ കൊച്ചു കുഞ്ഞാണോ? അല്ല, അത് പിന്നെ അങ്ങനെയല്ലേ. അവിടെ കെട്ടിയവൻ രത്നാകരൻ എൻ്റെ അനന്തരവനാണെന്നുള്ള അവകാശം കൂടെ ഉണ്ടല്ലോ. ഞാനെങ്ങും പോകുന്നില്ല. എല്ലാം വേണ്ടെന്ന് വെക്കാം. പക്ഷേ നിന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് ഞാൻ എങ്ങനെ സോദരമ്മേ? അത് ശരിയാവില്ല. അല്ലെങ്കിലും ഞാനിവിടെ തനിച്ചല്ലല്ലോ, അല്ലേ? ജീവിതം തുടങ്ങിയപ്പോൾ അനന്തമുള്ളിയോടൊപ്പം സുഭദ്രാമ്മ ഉണ്ടായിരുന്നുള്ളൂ. അവസാനിക്കുമ്പോഴങ്ങനെ തന്നെ ആയിക്കോട്ടെ. അല്ല, ഇന്ന് കോടതിയിലൊന്നും പോണില്ലേ? അതോ നാട് നന്നാക്കി ഇറങ്ങുകയാണോ? പാർട്ടി മീറ്റിംഗ് ഉണ്ട്. എന്ത് വേണമെങ്കിലും അയക്കോ. വേഗം കുളിച്ചൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കഴിക്ക്. ബാക്കിയുള്ളവർക്ക് ബാങ്കിൽ ചെന്നാ പിന്നെ തല ഉയർത്താൻ നേരം കാണില്ല. ആ നശിച്ച പെണ്ണിനെ കാണുന്നില്ലല്ലോ. ഇതാ മനപ്പുറത്തോ എന്ന് പറയുന്നത്. നീ പറഞ്ഞ് നാക്കെടുത്തില്ല, സരസ് വന്നു. ആ അമ്മണി ചേച്ചി അറിഞ്ഞോ? പ്രകാശ് സാറിന്റെ വീട്ടിൽ നിന്ന് കേട്ടതാ. എന്ത്? നിങ്ങളുടെ അച്ഛൻ എന്തോ ചെറിയ അസുഖം. അയ്യോ അയ്യോ ചേട്ടാ, എന്റെ അച്ഛൻ അസുഖമാണെന്ന്. ഒന്ന് ഓടി വന്നേ. ചേച്ചി കിടന്ന് കൂവാനും മാത്രം ഒന്നുമില്ല. വിവരം കിട്ടിയവിടാൻ ഡോക്ടറും പ്രകാശ് സാറും അങ്ങോട്ട് പോയിട്ടുണ്ട്.
ഒന്ന് വേഗം എണീറ്റ് വാ ചേട്ടാ. ഒന്ന് പെട്ടെന്ന്. എന്താ പെണ്ണേ? അച്ഛന് വയ്യെന്ന്. ഞങ്ങൾക്ക് അങ്ങോട്ട് പുറപ്പെട്ടാലോ? അതൊന്നും വേണ്ടെന്നേ, കൂടുതലൊന്നുമില്ല. ദീപവും പ്രകാശ് സാറിന്റെ മൊബൈലിൽ വിളിച്ചിരുന്നു. ആ, നീ വിഷമിക്കാതെ, ഞാനൊന്ന് അളിയനെ വിളിച്ചു നോക്കാം. ഹലോ, ആ അളിയ, ഇത് രത്നാകരനാ. അമ്മാവനെന്താ അളിയ പ്രശ്നം? ഏ? ഓ, അത് ശരി. അത് സാരമില്ല, ഞങ്ങളേ കുറച്ച് കഴിഞ്ഞോട്ട് വരാം. ഓക്കെ. ആ ആ ആ ആ ശരി ശരി. ചേട്ടൻ എന്താ പറഞ്ഞേ? ഓ, സാരമില്ലെന്നേ, നമുക്ക് അങ്ങോട്ട് പോവാം. അച്ഛൻ എന്താ അസുഖം? ഓ, നീ പേടിക്കുന്നതിനോട് കുഴപ്പമൊന്നുമില്ലടി. എങ്കിൽ ഞാൻ ബാങ്കിൽ വിളിച്ച് ലീവിന് പറയാം. ഇപ്പം സന്തോഷമായല്ലോ. ഇത് പണ്ടാരണ്ട് പറഞ്ഞോല, രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല്. എൻ്റെ കാലൊന്ന് ഇടറിയാനി ഇത്രയും ബഹളം ഉണ്ടാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ മോനെ? അച്ഛനത് പറയാം. വയ്യാന്ന് കേട്ടിട്ട് ഞങ്ങൾക്ക് മിണ്ടായിരിക്കാൻ പറ്റുമോ? മനസ്സുണ്ടായിട്ടല്ല അച്ഛനെ അവിടെ ഇട്ടിട്ട് പോകുന്നത്. മൽപ്പിനി ആയിരിക്കും. ആ, പത്മിനിയാ. ഓ ദൈവമേ, ഇനി എത്ര നാളത്തെ വനവാസമായിരിക്കും. നത്തിങ് ടു വറി. എന്നാലും സൂക്ഷിക്കണമെന്നാ കൈമൾ സാറിൻ്റെ ഒപ്പീനിയൻ. ഡോക്ടർ കൈമൾ അങ്ങനെ പറഞ്ഞുവെങ്കിൽ ഇത്തിരി സൂക്ഷിക്കുക തന്നെ വേണം. പിന്നെ സൂക്ഷിക്കാൻ എന്താ പത്മിനി നടക്കുക. അച്ഛൻ്റെ അസുഖം? അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല, ചെറിയൊരു ക്ലോട്ട്. അതങ്ങ് പോയി. ഡസൻ മാറ്റർ. കണ്ടാ, ഡസൻ മാറ്റർ. രോഗം വലുതോ ചെറുതോ എന്നുള്ള അല്ല പ്രശ്നം. തൽക്കാലം അച്ഛൻ ഇവിടെ നിന്നാൽ മതി. ദാറ്റ്സ് ഗുഡ്. ഒരു എമർജൻസി വന്നാലും സിറ്റിയിലാണല്ലോ നല്ലത്. അത് ശരിയാ. ഡോക്ടർ കൈമളിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും പത്മിനിയുടെ ശ്രദ്ധ കൂടി ഉണ്ടാകാൻ നല്ലതാണ്. ഏതായാലും ഇങ്ങോട്ട് കൊണ്ടുവരാൻ തോന്നിയ തന്നെ വലിയ പിന്നെ ഭാഗ്യം. നിങ്ങളുടെ ഭാഗ്യം. സോറി ഡിയർ, 6 മണി വരെ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് കാണാം. സോറി പറഞ്ഞില്ലേ? ഏതായാലും 10 മിനിറ്റ് കൂടി ക്ഷമിക്ക്. ക്ലോക്കിൽ 6 മണിയൊന്ന് അടിച്ചോട്ടെ, ഞാനങ്ങ് എത്തി. ആ, എവിടെ നമ്മൾ നിർത്തിയത്? Alcohol destroys the cells in the liver. Gradually, the liver stops functioning. This condition is called cirrhosis. ആ, യെസ് യെസ്, കണ്ടിന്യൂ. ആൽക്കഹോൾ മേ ഓൾസോ കോസ് ഇൻഫ്ലമേഷൻ ഓഫ് ലിവർ വിച്ച് ഈസ് കോൾഡ് ഹെപ്പറ്റൈറ്റിസ്. ഇന്ന് ഇത്രയും മതി. ഹലോ, സ്റ്റാച്യുവിലോ? ഞാനിതാ പുറപ്പെട്ടു. ശരി ശരി, ഇനി വിളിക്കണ്ട. അല്ല, വിളിക്കണ്ടെന്ന് പറയണ്ട, ഒരാളവിടെ കാത്തിരിക്കുകയല്ലേ. പക്ഷേ 5 മുതൽ 6 വരെ എൻ്റെ കുഞ്ഞിൻ്റെ ട്യൂഷൻ ടൈമാണ്. ആ സമയത്ത് മേലായി കുന്നൊരാളെ ശ്രദ്ധിക്കരുത്. അധ്യാപനം ഒരു തൊഴിൽ മാത്രമല്ല, അതിൽ കലയും സംസ്കാരവും ഉണ്ട്. തൊഴിൽ കൊണ്ട് ഞാനൊരു അധ്യാപകനായിരുന്നു. അതിനേക്കാളേറെ ഞാൻ ഇഷ്ടപ്പെട്ടത് കൃഷിയായിരുന്നു. പക്ഷേ എന്നുവെച്ച് ഒരു കാര്യം സാറ് മനസ്സിലാക്കേണ്ടത്, റിട്ടയർ ചെയ്യുന്നവരെ ഒരു പീരീഡ് പോലും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ ഒരിക്കലും തൊഴിലിനെ ബാധിക്കരുത്. സാറ് ചെറുപ്പമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. പോയിക്കോളൂ.
ഛേ. കൂട്ടലും കിഴിക്കലും ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലേ? മോനെ, ഒരു ജോലി ചെയ്യുമ്പോൾ ഏകാഗ്രത കിട്ടുന്നില്ലെങ്കിലേ മനസ്സിനെ കുറച്ച് നേരം അങ്ങ് ഫ്രീ ആയിട്ട് വിട്ടേക്കുക. ഇല്ലെങ്കിൽ തെറ്റുകൾ അങ്ങ് ആവർത്തിച്ചുകൊണ്ടിരിക്കും. അച്ഛൻ വന്ന് കഞ്ഞി കുടിച്ചേ. ഓ 8:30 മുമ്പ് കിടക്കേണ്ടതല്ലേ? എന്താ മോളെ കിടന്ന് വേളം വെക്കുന്നത്? അച്ഛാ, സമയം എത്രയാന്നാ വിചാരം? 8:30 അതിനെന്താ? കിടക്കണ്ടേ? ആ, കിടക്കുന്ന കാര്യമൊക്കെ അവിടെ ഇരിക്കട്ടെ. ആ ട്യൂഷൻ മാസ്റ്റർ ആളൊരു തരികിടയല്ലേ? അയ്യോ, എൻട്രൻസ് കോച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ആളാ. ഞാൻ എത്ര ശ്രമിച്ചിട്ടാണെന്നറിയാം അയാൾ ദീപുവിനെ ഒന്ന് പഠിപ്പിക്കാമെന്ന് ഏറ്റത്. ആഹാ. എന്നാ അയാൾ ഇനി വരണമെന്നുണ്ടോ? അതെന്താ അച്ഛാ? അല്ല, വിശ്രമിക്കുകയാണെന്നും പറഞ്ഞ് ഞാനിവിടെ ഇങ്ങനെ ചൊറിയും കുത്തി ഇരിക്കുകയാണല്ലോ. പഴയ വാദ്യാരായതുകൊണ്ട് പറയാമെന്ന് വിചാരിക്കരുത്. ഒരു +2കാരന് ട്യൂഷൻ എടുക്കാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട്. അയ്യോ, അച്ഛൻ ട്യൂഷൻ എടുക്കാനോ? എന്താ? ഒന്നും വേണ്ട. എന്നിട്ട് വേണം ഇനി രോഗം കൂടാൻ. ആർക്ക്? അച്ഛന്. ഹും. അത് ശരിയാകത്തില്ല അച്ഛാ. അച്ഛൻ ട്യൂഷൻ എടുക്കുകയൊന്നും വേണ്ട. സമാധാനമായിട്ട് ഇവിടെ ഇങ്ങനെയൊക്കെ ഞാൻ കഴിഞ്ഞാൽ മതി. ടീച്ചിങ്ങും ടെൻഷനും അയ്യോ വേണ്ടായേ. പ്രകാശേട്ടാ, ഏ ഒരു ഗർഭിണി ബ്ലീഡിംഗ് ആയി വന്നിട്ടുണ്ട്. ഉടനെ ചെല്ലണമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വന്നിരുന്നു. നീ എന്ത് പറഞ്ഞു? ഞാൻ ഡോക്ടർ സുഷമയെ വിളിക്കാൻ പറഞ്ഞു. അല്ല, അച്ഛനിവിടെ ഉള്ളിടത്തോളം കാലം രാത്രി 8 മണി കഴിഞ്ഞാൽ എന്നെ കിട്ടത്തില്ലെന്ന് ഞാൻ തരകൻ സാറിനോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. ആ അത് മതി. അതിന് സൗകര്യം ഇല്ലെങ്കിൽ അങ്ങ് റിസൈൻ ചെയ്തേരെ. ആ, മക്കളെ, ഇത്ര സ്വാർത്ഥരാകരുത്. അത് ഞാൻ കാരണം. തൊഴിലിൻ്റെ മഹത്വമൊക്കെ അവിടെ ഇരിക്കട്ടെ. അല്പം മനുഷ്യത്വം കാണിച്ചൂടെ? ഒരു ഗർഭിണി ഗുരുതരാവസ്ഥയിൽ ആശുപത്രി കിടക്കുമ്പോൾ അത് അവഗണിച്ചുകൊണ്ട് എന്നെ പരിചരിക്കാമെന്ന് പറഞ്ഞില്ലേ മോളവിടെ നിൽക്കുന്നത്? അതിന് മാത്രം എന്ത് രോഗമാണ് എനിക്കുള്ളത്? മോള് പോണം, ചെന്നാൽ സ്ത്രീയെ രക്ഷിക്കണം. ഇനി അതിനിടയ്ക്ക് ഞാനങ്ങ് ചത്തുപോയെന്ന് വിചാരിച്ചു, സാരമില്ല. ദേ, അതുമാത്രമല്ല, മോള് പോകാമെന്ന് സമ്മതിച്ചാലല്ലാതെ കഞ്ഞിയെന്നല്ല പച്ച വെള്ളം ഞാൻ ഇവിടുന്ന് കഴിക്കുകയല്ല, പറഞ്ഞേക്കാം. പോവോ? ശരി അച്ഛാ. ആ, എന്നാൽ അവിടെ ഒറ്റയ്ക്ക് പോകണ്ട, നീ ഇവിടെ ചെല്ല്. ശരി അച്ഛാ. ആ, എങ്കിൽ കഞ്ഞി വിളമ്പ്. ഹാ, കഞ്ഞിയൊക്കെ പിന്നെ കുടിക്കടാ. ആ സ്ത്രീയെ രക്ഷിക്കാൻ നോക്ക്. വിളിച്ചിട്ട് പോകുമ്പോളെ അവനെ. ഓ, ഇത്ര ഉണ്ട് വയറ്. നീ അതിനകത്ത് എവിടെ ചെല്ലാനാ? പോയിച്ചു വാടാ. വാ.